عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ 1511 ഉദ്ധരിച്ച ലമ്മ മാത്ത ഇബ്രാഹിമു ബിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ലഹു മുർദിഅൻ ഫിൽ ജന്ന വലൗ ആശ ലകാന സിദ്ദീഖൻ നബിയ്യ വലൗ ആശ ലഅഅതഖതു അഖ്വാലഹുൽ ഖിബ്ത വമസ്തുരിഖ ഖിബ്തിയ്യുൻ എന്ന ഹദീസിന്റെ വിശദീകരണമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇവിടെ ഈ ഹദീസിന്റെ പ്രത്യക്ഷ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇബ്രാഹിം എന്ന അവിടുത്തെ മകൻ മരണപ്പെടുകയും ആ സമയത്ത് അവിടുന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു, ഇന്നലഹു മുർദി അൻഫിൽ ജന്ന, ഈ കുട്ടിക്ക് സ്വർഗത്തിൽ ഒരു മുല കൊടുക്കുന്ന സ്ത്രീയെ അള്ളാഹു സംവിധാനിക്കുന്നതാണ് എന്നാണ് ആദ്യമായി പറയുന്നത്. അതിനുശേഷം അവിടുന്ന് പറയാണ്, വലൗ ആശ ലകാന സിദ്ദീഖൻ നബിയ്യ, ഈ കുഞ്ഞ് ജീവിച്ചിരുന്നുവെങ്കിൽ സിദ്ദീഖും സത്യസന്ധനും ഒരു നബിയുമൊക്കെ ആവുമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ വലൗ ആശ ലഅഅതഖതു അഖ്വാലഹുൽ ഖിബ്ത, ഇവൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ അമ്മാവന്മാരായ ഖിബ്തികളായ അവൻ്റെ അമ്മാവന്മാരെ ഞാൻ മോചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വമസ്തുരിഖ ഖിബ്തിയ്യുൻ, ഖിബ്തികൾ പിന്നെ അടിമകളാക്കപ്പെടാത്ത ഒരു സാഹചര്യം ലോകത്ത് രൂപപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയഗതികളോട് എതിരാകുന്ന ഭാഗങ്ങളിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടുന്ന് ഖാത്തിമുൻ നബിയീൻ ആണ് എന്ന വിഷയം ലോക മുസ്ലിങ്ങൾ ഏകമായി അംഗീകരിക്കുന്ന സത്യമാണ്. ഇതിനെതിരായി ഒരു ഇംകാൻ ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടല്ലോ എന്നാണ് വിമർശകർ ചോദിക്കുന്ന ചോദ്യം. വേറെ ഒരു നബി കൂടി അവിടുത്തെ കാലശേഷം വരുവാൻ ഉള്ള ഒരു ഇംകാൻ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാലോ, അങ്ങനെ ഒരു ഇംകാൻ വരാൻ പാടില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളും വിമർശകർ ഉന്നയിക്കുന്ന വിഷയവും തമ്മിലെ വാദഗതി കൃത്യമായി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു നബി കൂടി വരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബി കൂടി വരാനുള്ള ഇംകാൻ ഉണ്ട് എന്ന് വിമർശകർ പറയുന്നു. അങ്ങനെ ഒരു ഇംകാൻ ഇവിടെ രൂപപ്പെടുന്നില്ല എന്ന് നമ്മളും പറയുന്നു. നമുക്ക് പ്രധാനമായും 7 തെളിവുകൾ വെച്ച് നമ്മുടെ വാദം സമർത്ഥിക്കാം. ഒന്നാമത്തെ തെളിവ് അത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലൗ എന്ന കെലിമത്തിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ലൗ എന്ന പദം അത് ഇംതിനാഇ ആണ് എന്നാണ് അറബി വ്യാകരണ ശാസ്ത്രം പറയുന്നത്. അഥവാ ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് മറ്റൊന്ന് നടന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ ആ നടക്കാതെ പോയ കാര്യം ചിലപ്പോൾ സാധാരണയായ എന്തോ കാര്യം കൊണ്ട് നടക്കാതെ പോയതുമാവാം, അതല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അഖലിയായ മുഹാല് ആയതുകൊണ്ടും ആകാവുന്നതാണ്. അങ്ങനെ 2 രൂപത്തിലും അറബിയിൽ ഉപയോഗമുണ്ട്. ലൗ ജാഅനി ഫുലാനുൻ, എൻ്റെ അടുത്ത് ഇന്നാലിന്ന വ്യക്തി വന്നിരുന്നുവെങ്കിൽ ലഅക്രംതുഹു, അവനെ ഞാൻ ആദരിക്കുമായിരുന്നു എന്ന് പറയുന്നിടത്ത് സാധാരണമായ എന്തോ കാരണം കൊണ്ട് അദ്ദേഹം വന്നില്ല, അതുകൊണ്ട് ആദരിക്കുക എന്ന സംഭവം നടന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, ലോകത്ത് ഒന്നിൽ കൂടുതൽ ഇലാഹുകൾ ഉണ്ടാവുക എന്ന ബുർഹാനുത്തമാനു എന്ന അഖലിയായ തെളിവ് കൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യം അത് ലോകത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഫസാദ് ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യം മുഹാലായ അഖലിയായ മുഹാലിനോടുകൂടി ബന്ധിപ്പിച്ചിട്ടും ലൗ എന്നതിനെ ഉപയോഗിക്കാറുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. വാസ്തവത്തിൽ ഇവിടെ അഖലിയായ മുഹാലിനോടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. കാരണം മരണപ്പെട്ട വ്യക്തി രണ്ടാമത് പുനർജനിച്ചിരുന്നുവെങ്കിൽ എന്നല്ല പറഞ്ഞത്, മരണം നടന്നു കഴിഞ്ഞു, ഈ നടന്ന കാര്യം ഇനി നടക്കാതിരുന്നുവെങ്കിൽ എന്നാണ്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, അഖലിയായ മുഹാലാണ്. നടന്നത് ഇനി നടക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അഖലിയായ മുഹാലിനോടാണ് ഇവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആ ധ്വനിയിൽ നിന്ന് ഒരു ഇംകാനുള്ള സാധ്യത രൂപപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് അവിടുത്തെ ഫളലുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ അവരൊക്കെ
നബിമാരായ സ്ഥിതിക്ക് ഇവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ നബിമാരാവാതിരുന്നാൽ അത് അവിടുത്തെ ഫളിലിന് കമാലിനൊരു കുറവായിരിക്കും എന്ന് നമുക്കറിയാം. അവിടുത്തെ കമാല് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമായതിനാൽ അതിനെതിരായി രൂപപ്പെടുന്ന ഒരു ഇംകാനിന് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തെളിവ്. ഇനി മൂന്നാമത്തെ തെളിവ് അതൊരു ലോജിക്കൽ എവിഡൻസ് ആണ്. ഒരു ഇസ്തിസ്നാഇയായ ഖിയാസ് കൊണ്ട് നമ്മുടെ വാദം നമുക്ക് സമർത്ഥിക്കാം. ഇബ്രാഹിം എന്ന നബി എന്ന മകൻ ജീവിച്ചിരുന്നുവെങ്കിൽ നബിയാകുമായിരുന്നു. ജീവിച്ചില്ല, മരണപ്പെട്ടു, സോ നബിയാകുന്നതല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഒരു ഇസ്തിസ്നാഇയ ഖിയാസ് കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ വാദം സമർത്ഥിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ തെളിവ് അത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ നസ്ഫിന് എതിരായ ഒരു ഇഹ്തിമാലാണ് വിമർശകർ ഇവിടെ ഉന്നയിക്കുന്നത് എന്നതാണ് വിഷയം. അങ്ങനെ വരുമ്പോൾ ആ ഇഹ്തിമാല്, ആ ഇംകാന് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ, അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലും അവസാനത്തെ നബിയുമാണെന്ന് വിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞതാണ്. അപ്പോൾ അതിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഒരു ഇഹ്തിമാലിന് നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അഞ്ചാമത്തെ തെളിവ് അത് മഷ്ഹൂറായി എന്നല്ല മുതവാത്തിറായി തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഖത്മുൻ നുബുവത്ത് എന്നതിനെ പറ്റിയുള്ളതാണ്. വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി അനുസരിച്ച് 100% ഉറപ്പ് ലഭിക്കുന്ന തവാത്തുറു കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അവിടുത്തെ ഖത്മുൻ നുബുവത്ത് എന്ന കാര്യം നമുക്കറിയാം. ശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഇമ്മത്തിൻ്റെയും സലഫു സാലിഹീങ്ങളുടെയും വിശദീകരണത്തിലുണ്ട്. അതിനെല്ലാം പുറമെ ഇതൊരു തവാത്തുറു എന്ന അഖ്ലിയായ തെളിവ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് അവിടുത്തെ ഖത്മുൻ നുബുവത്ത്. അങ്ങനെ തവാത്തുറു കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയത്തിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഇഹ്തിമാലിന് നിലനിൽപ്പില്ല എന്ന് ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സമർത്ഥിക്കാവുന്നതാണ്. ഇതാണ് അഞ്ചാമത്തെ തെളിവ്. ഇനി ആറാമത്തെ തെളിവ് അത് മഹത്തുക്കളായ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ ഈ ഹദീസിന് കൊടുത്തിരിക്കുന്ന വിശദീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഇസാബത്തു ഫീ തംയീസ് സ്വഹാബയിലും അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ ഹദീസിയയിലുമെല്ലാം ഈ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. ഹദീസിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു ഇഹ്തിമാൽ രൂപപ്പെടുന്നില്ല എന്ന് വ്യക്തമായി ഇമ്മത്ത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹദ്ദിസീങ്ങൾ ഇമാമുമാർ എങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു തന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ ഒരു ഇംകാനില്ല എന്ന് മുസ്ലിം ലോകത്തെ അംഗീകരിക്കപ്പെടുന്ന ഇമാമുമാർ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് അങ്ങനെ ഒരു ഹദീസ് തോന്നുന്നു എന്നത് നമ്മൾ അടിസ്ഥാനമാക്കാൻ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വിശദീകരണം നമുക്ക് ഇങ്ങനെ വായിക്കാം. ബയ്യന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാൻ അനസിൻ അന്നഹു സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നബി ഇബ്രാഹിം എന്ന മകനെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫഖാല ലാ അദ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം ലൗ ആശ ലകാന സിദ്ദീഖൻ നബിയ, ഇങ്ങനെ ഒരു നബി ആകുമായിരുന്നു എന്ന വിഷയം എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു സ്വഹീഹായ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞ ഹദീസിന് എതിരായി ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വഹീഹായ മറ്റൊരു ഹദീസിനോട് എതിരായി നിൽക്കുന്ന ഈ ഹദീസിലെ ഇഹ്തിമാൽ നമ്മൾ അത്ര മുഖവിലിക്കെടുക്കേണ്ടതില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഏഴാമത്തെ തെളിവ് അത് ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹദീസിന്റെ റാവിമാരിൽപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഉസ്മാനിൽ വാസിതി എന്നവർ ലഈഫാണ്, അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്നും ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ആലിമീങ്ങൾ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരവും ഈ ഹദീസിൽ നിന്ന് അങ്ങനെ ഒരു ഇംകാൻ വെച്ച് നമ്മൾ തെളിവ് കണ്ടെത്താൻ പാടില്ല എന്ന് മനസ്സിലാകുന്നു. ഇനി ഹദീസിൻ്റെ ബാക്കി ഭാഗം കൂടി പറഞ്ഞതോടുകൂടി നമ്മുടെ വിഷയം പൂർത്തിയാവുകയാണ്. ഇങ്ങനെ നബിയാണ് എന്ന അഖലിയായ ഫർള് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു നബിയുടെ കുടുംബക്കാർ അവർ അടിമകളാവുക എന്ന സാഹചര്യം ഒരിക്കലും ആ നബിയുടെ കമാലിനോട് ചേർന്നതല്ല എന്നതുകൊണ്ട് ഞാൻ അവരെ മോചിപ്പിക്കുമായിരുന്നു, അവരിൽ പിന്നെ അടിമത്വം ഇല്ലാത്ത ഒരു സാഹചര്യം രൂപപ്പെടുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ നബിയാണെന്ന സങ്കല്പ പ്രകാരം ഉള്ള ഒരു കാര്യം അവിടുന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളൂ. അല്ലാതെ അവിടുന്ന്
ഇബ്രാഹിം എന്ന ഒരു നബി പിൽക്കാലത്ത് വരാനുള്ള ഇംകാന് നമ്മുടെ മുമ്പിൽ വെച്ച് അതിൻ്റെ ഒരു വിശദീകരണം കൂടി പറഞ്ഞു പോയി എന്നല്ല, അതിൽ പറഞ്ഞ അഖലിയായ ഫർദ് പ്രകാരമുള്ള വിശദീകരണം അവിടുന്ന് തന്നു എന്ന് മാത്രം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.